നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. പ്രജിൻ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ പ്രേക്ഷകരെ ഈ സമയത്ത് കണ്ടുമുട്ടുന്നത്. ഇതിന് മുൻപ് നമ്മൾ കാണുന്നുണ്ടായിരുന്നെങ്കിലും അതത്രയും നമ്മൾ വയനാട്ടിലെ വാർത്തകൾ മാത്രമായിരുന്നു നൽകിയിരുന്നത്. അത്രയധികം കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഒപ്പം വാർത്തകളുമായിരുന്നു വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. എന്തായാലും അതിന്റെ അപ്ഡേഷൻസ് ഒരുപാട് അത്തരം ദുഃഖ വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കണ്ടു. ഒരുപാട് പേരുടെ കഥകൾ, അതിപ്പോഴും ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ, കാര്യങ്ങൾ, അവിടെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാർത്തകളുണ്ട്, ഒപ്പം തന്നെ മറ്റു വാർത്തകളുമുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയി ഒപ്പം മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം വീണ്ടും സജീവമാക്കിയ സംസ്ഥാന സർക്കാർ അനുകൂല നിലപാടെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി. മറ്റന്നാൾ കണ്ണൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വയനാട്ടിലെത്തും. മുഖ്യമന്ത്രി അനുഗമിക്കും. ദുരന്തബാധിതരെ സന്ദർശിച്ച ശേഷം ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കും. വയനാട്ടിൽ ശനിയാഴ്ച ഗതാഗത നിയന്ത്രണം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് സർക്കാരിനോട് കോടതി. വിശദമായ വാദം നാളെ. ദുരന്ത ഭൂമിയിൽ നിന്ന് മടങ്ങിയ സേനാംഗങ്ങൾക്ക് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വികാരനിർഭര യാത്രയപ്പ്. മുണ്ടക്കയിൽ നാളെ ജനകീയ തിരച്ചിൽ. ദുരന്ത പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾ ഒഴിവാക്കിയെന്ന് സർക്കാർ. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തിനെ ഹെഡ്ക്വാർട്ടേഴ്സ് ADGP-ആക്കി നിയമിച്ചു. A. അക്ബർ പുതിയ ട്രാൻസ്പോർട്ട് കമ്മീഷണർ. യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവി. CH നാഗരാജു ക്രൈംബ്രാഞ്ച് IG. ഹർഷിത അട്ടല്ലൂരിക്ക് ബിവറേജസ് കോർപ്പറേഷൻ MD-ആയി നിയമനം. വഖഫ് ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക്. ബിൽ അവതരണം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ. മതസ്വാതന്ത്ര്യത്തിനെതിരെ ആരോപണം തള്ളി നിയമമന്ത്രി കിരൺ റിജിജു. കേന്ദ്രത്തിന് വർഗീയ അജണ്ടയെന്ന് കോൺഗ്രസ്. ബില്ലിനെ പിന്തുണച്ച് TDP-യും JDU-വും ഉൾപ്പെടെ NDA ഘടകകക്ഷികൾ. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ മുസ്ലിം ലീഗ് MLA നജീബ് കാന്തപുരത്തിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന LDF സ്ഥാനാർത്ഥി KPM മുസ്തഫയുടെ ഹർജി ഹൈക്കോടതി തള്ളി. നജീബിന് MLA ആയി തുടരാമെന്ന് കോടതി. സത്യം ജയിച്ചുവെന്ന് നജീബ് കാന്തപുരം. കോടതി വിധി ദൗർഭാഗ്യകരമെന്ന് CPIM. ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതം. സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയിട്ടില്ലെന്നും വിശദീകരണം. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായുള്ള ബാലരാമപുരം റെയിൽപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി. യാഥാർത്ഥ്യമാകുന്നത് 9.43 കിലോമീറ്റർ തുരങ്കപാത. ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് വിട. കൊൽക്കത്തയിലെ CPIM ആസ്ഥാനത്ത് നാളെ പൊതുദർശനം. മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകും. വിടവാങ്ങിയത് ജ്യോതി ബസുവിന് ശേഷം ബംഗാളിൽ CPIM മുഖമായിരുന്ന ജനകീയ നേതാവ്. എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് സീതാറാം യെച്ചൂരി. അനുശോചിച്ച് പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും. ബംഗ്ലാദേശിൽ നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ. 16-അംഗ ഉപദേശക സമിതിക്കും രൂപം നൽകി. പൗരന്മാർക്ക് സുരക്ഷിതത്വം ഉറപ്പു നൽകുമെന്ന് മുഹമ്മദ് യൂനുസ്. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ നൽകിയത് താൽക്കാലിക അഭയം മാത്രമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പ്രേക്ഷക പിന്തുണയിൽ വിജയക്കുതിപ്പ് തുടർന്ന് 24. ടെലിവിഷൻ ബാർക്ക് റേറ്റിംഗിൽ ഈ ആഴ്ചയും ഒന്നാമത്. ഒപ്പം നിന്ന പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. പാരീസ് ഒളിമ്പിക്സിലെ അയോഗ്യതയ്ക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. സ്വപ്നങ്ങൾ തകർന്നെന്നും കരുത്ത് ബാക്കിയില്ലെന്നും താരം. തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്ന് അമ്മാവനും ആദ്യ കോച്ചുമായ മഹാവീർ ഫോഗട്ട് 24-നോട്. അന്തിം പങ്കലിനെ വിലക്കിയെന്ന വാർത്ത നിഷേധിച്ച് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. പക്ഷേ നമ്മളെ ഈ പരിപാടി ഇന്ന് ഇപ്പോൾ വിശദമായുള്ള വാർത്തകൾ പരിശോധിക്കുന്നത് ആദ്യം വയനാട്ടിൽ നിന്നുള്ള വാർത്തകൾ തന്നെയാണ്. തീർച്ചയായും ഈ കഴിഞ്ഞ ഒരാഴ്ചയായി അല്ലെങ്കിൽ 8-9 ദിവസമായി നമ്മൾ വയനാട്ടിലെ വാർത്തയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വീണ്ടെടുക്കാം വയനാടിനെ.
വയനാട്ടിലെ വലിയ ഉരുൾപൊട്ടൽ തകർത്തെഞ്ഞത് നിരവധി പേരുടെ ജീവിതങ്ങളെയാണ്. എന്തായാലും ആദ്യ ദിവസം തൊട്ട് സംസ്ഥാനം ആവശ്യപ്പെടുന്ന കാര്യം ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. ദേശീയ ദുരന്തമായി ഈ ഉരുൾപൊട്ടൽ പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. പ്രധാനമന്ത്രി ശനിയാഴ്ച ദുരന്തഭൂമി സന്ദർശിക്കുന്നതോടെ അനുകൂല തീരുമാനം ഉണ്ടാകും എന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. അതെ, ദുരന്തത്തിന്റെ വ്യാപ്തി പഠിക്കാൻ കേന്ദ്ര 9-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ ദിവസം മുതൽ തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം സംസ്ഥാനം ഉയർത്തുന്നതാണ്. അനുകൂല സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. സംസ്ഥാനം ഔദ്യോഗികമായി കത്തയച്ചതിന് പിന്നാലെ ദുരന്തത്തിന്റെ വ്യാപ്തി പഠിക്കാൻ കേന്ദ്ര സർക്കാർ സമിതിയെ നിയോഗിച്ചു. സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ സംതൃപ്തിയുണ്ട്. പ്രധാനമന്ത്രി ശനിയാഴ്ച ദുരന്തഭൂമി സന്ദർശിക്കുന്നത് പ്രതീക്ഷയോടെയാണ് കേരളം കാണുന്നത്. അനുകൂല തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസം ഉറപ്പുവരുത്തണം. അതിനായി ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇവിടെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുകയും അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുൾപ്പെടെ കേന്ദ്ര സഹായം അനിവാര്യമാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. ദുരന്ത തീവ്രത പരിശോധിച്ച് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 9-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി ദുരന്തമേഖലയിൽ ഹെലികോപ്റ്റർ പര്യടനം നടത്തും. മുഖ്യമന്ത്രിയും ഒപ്പമുണ്ടാകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ജില്ലയിൽ ശനിയാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഈ ദുരന്തത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ താങ്ങായത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഏറ്റവും വലിയ താങ്ങായത് സൈന്യം തന്നെയാണ്. അപ്പോൾ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് സൈന്യം ഭാഗികമായി പിൻവാങ്ങുന്ന കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു. ബെയ്ലി പാലത്തിലെ കരസേന എഞ്ചിനീയറിംഗ് വിഭാഗവും ഹെലികോപ്റ്റർ തിരച്ചിൽ സംഘവും മേഖലയിൽ തുടരുകയും ചെയ്യും. വികാരനിർഭരമായിരുന്നു സർക്കാർ ഒരുക്കിയ യാത്രയപ്പ്. തിരച്ചിൽ അവസാനിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. വികാരനിർഭരമായിരുന്നു ആ നിമിഷങ്ങൾ. ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമെല്ലാം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവരെ യാത്രയാക്കിയത് ചേർത്തുപിടിച്ചുകൊണ്ട്. സൈന്യത്തിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ബെയ്ലി പാലം രക്ഷാദൌത്യത്തിൽ നിർണായകമായെന്നും പറഞ്ഞു. സൈന്യത്തിന്റെ ഭാഗമായുള്ള മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിർമ്മിച്ച ബെയ്ലി പാലം ഇവരുടെ ദൗത്യത്തിൽ നിർണായകമായ ഒന്നായിരുന്നു. വേദനയോടെയാണ് സൈന്യത്തെ യാത്രയാക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് 24-നോട് പറഞ്ഞു. വല്ലാത്ത വേദനയുണ്ട്. നമുക്കൊരു ധൈര്യമായിരുന്നു. പക്ഷേ അവരെ കൊണ്ട് എന്തൊക്കെയാണോ സാധ്യമാവുക അതെല്ലാം അവർ ചെയ്തു. ഇനി അവർക്ക് മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊപ്പം നിന്നൊരു പോരാട്ടമാണ് നടത്തിയത്. അപ്പോൾ ആ പോരാട്ടത്തിൽ ഒരുമിച്ച് നിന്നവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള ഒരു പ്രയാസം ഞങ്ങൾക്കൊക്കെയുണ്ട്. മന്ത്രിമാരായ AK ശശീന്ദ്രനും OR കേളുവും സൈന്യത്തെ ആലിംഗനം ചെയ്താണ് നന്ദി അറിയിച്ചത്. കേരളവും വയനാടും നൽകിയ പിന്തുണയ്ക്ക് സൈന്യം നന്ദി പറഞ്ഞു. വയനാട് വിട്ടുപോകുന്നത് വേദനയോടെയാണെന്നും ഹൃദയത്തിൽ ഈ നാട് എന്നുമുണ്ടാകുമെന്നും കേണൽ പരംവീർ 24-നോട് പറഞ്ഞു. We may go, but our heart still remains with the Wayanad people, and we just wish that such incidents don't happen again, and people who are displaced are rehabilitated once again. ദുരന്തമുഖത്തെ പ്രതികൂല സാഹചര്യത്തിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സൈന്യത്തിന് നാടാകെ സല്യൂട്ട് നൽകുകയാണ്. ആ അത്യന്തം അപകടകരമായ ഗുരുതരമായ സാഹചര്യത്തിൽ കേരളത്തെ, വയനാടിനെ ചേർത്ത് പിടിച്ച സൈന്യം വിടവാങ്ങാൻ പോകുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാൾ വികാരപരമാണ് ഇവിടെയുള്ള ഓരോ നിമിഷവും എന്നുള്ളതാണ് വസ്തുത. നമുക്ക് നൽകാം, 24 ടീമിന് നൽകാം ഒരു ബിഗ് സല്യൂട്ട് ഫോർ ദ ഇന്ത്യൻ ആർമി. സംസ്ഥാന സർക്കാരിന്റെ ലോഗോയുള്ള മൊമന്റോയും സൈന്യത്തിന് നൽകി. 24 വയനാട്. യെസ്, എന്തായാലും അവർ ഹാർട്ട്സ് വിൽ റിമെയിൻ വിത്ത് ദി പീപ്പിൾ ഓഫ് വയനാട് എന്നാണ് കേണൽ പരംവീർ പറഞ്ഞത്. അതുപോലെ അത് നമ്മളെല്ലാവരും അതുപോലെ പറയുന്നുണ്ട്. നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട് ആ നാടിനെ. ആ രീതിയിൽ വേണം നമുക്കവരെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ. അതേസമയം തന്നെ ഈ ഉരുൾപൊട്ടലിൽ ഇനിയും കണ്ടെത്താനുള്ള നിരവധി പേരുണ്ട്. അങ്ങനെ കാണാതായവർക്കായുള്ള തിരച്ചിൽ അത് 10-ാം ദിവസവും ഇന്ന് തുടർന്നു. തിരച്ചിൽ വൈകിട്ടോടെ അവസാനിക്കുകയും ചെയ്തു. ചാലിയാറിൽ നിന്ന് ഇന്ന് ഒരു ശരീരഭാഗം കണ്ടെത്തി. ദുരന്തബാധിതരെ കൂടി പങ്കെടുപ്പിച്ചുള്ള ജനകീയ തിരച്ചിലാണ് നാളെ നടക്കുക. അത് കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ അറിയിച്ചതുമാണ്.
പതിവിൽ നിന്ന് വിപരീതമായി തിരച്ചിലിന് പ്രത്യേക പോയിന്റുകൾ മാർക്ക് ചെയ്തിരുന്നു ഇന്ന്. അതനുസരിച്ചാണ് സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സ് അടക്കമുള്ള രക്ഷാസംഘവും തിരച്ചിൽ നടത്തിയത്. കാലാവസ്ഥ പ്രതികൂലമായത് ദൗത്യത്തെ ബാധിച്ചു. പുഞ്ചിരിമട്ടിലും മുണ്ടക്കൈയിലും ഏതാണ്ട് 90% തിരച്ചിൽ പൂർത്തിയായി എന്നാണ് അധികൃതർ പറയുന്നത്. നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുള്ളവർക്കെല്ലാം ലഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. എത്രയിൽപ്പെടുത്തി കേരളത്തെ ഇക്കാര്യത്തിൽ പരിഗണിച്ചാൽ ഒരു വലിയ കാര്യമായി കിട്ടാവുന്ന മാക്സിമം സഹായങ്ങൾ സാധാരണ നിലയിൽ കിട്ടും. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വരവിനെ പോസിറ്റീവായി ഞങ്ങൾ കാണുന്നു. ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവർക്കായി പുത്തുമലയിൽ 5ാം ദിനവും കൂട്ടസംസ്കാരം നടന്നു. 7 ശരീരഭാഗങ്ങളാണ് ഇന്ന് സംസ്കരിച്ചത്. നാളെ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ച ആളുകളെ കൂടി ഉൾപ്പെടുത്തി ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെല്ലാം രാവിലെ മുതൽ ജനകീയ തിരച്ചിൽ നടത്തും. ടീം 24 വയനാട്. ഈ വയനാട്ടിലെ ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച എന്ന് പറയുന്നത് ഇവരുടെ യാത്രയെപ്പായിരുന്നു. അതായത് ഈ ശവസംസ്കാര ചടങ്ങ്. ഈ ആരാണ് മരിച്ചതെന്നോ എന്ത് അഡ്രസ്സിലാണ് അവർ ജീവിച്ചിരുന്നതെന്നോ ഏത് മതത്തിലായിരുന്നുവെന്നോ അവരുടെ നിറം എന്തായിരുന്നെന്നോ ഒന്നും നമുക്കറിയില്ല. എല്ലാവരും ഒരുമിച്ച് ഒരു ഭൂമിയിലേക്ക് കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കിയാണ് അവരെല്ലാം. ഒരുപക്ഷെ പരസ്പരം അറിയുന്നവരാവാം അവരൊക്കെ, പക്ഷേ അതാരാണെന്ന് തിരിച്ചറിയാത്തൊരു മടക്കം, അത് വല്ലാത്തൊരു മടക്കവുമാണ്. ആ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതുമാണ്. എന്തായാലും ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ഹൈക്കോടതി. ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് സർക്കാരിനോടുള്ള കോടതിയുടെ ചോദ്യം. എന്തായാലും ഹർജി നാളെ രാവിലെ പരിഗണിക്കുന്നുണ്ട് കോടതി. വയനാട് ജില്ലയിലെ മുപ്പയ്യനാട് പഞ്ചായത്തിൽ ക്വാറിക്ക് അനുമതി നിഷേധിച്ച നടപടി റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീലുകൾ പരിഗണിക്കവെയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിയമനിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിനെ വിളിച്ചുവരുത്തി നിർദ്ദേശം നൽകി. കേരളത്തിലെ ചില പ്രദേശങ്ങൾ പരിസ്ഥിതിലോല മേഖലകളാണ്. ഇവിടെ സുസ്ഥിര വികസനമടക്കം സാധ്യമാണോ എന്ന കാര്യത്തിൽ പുനർവിചിന്തനം വേണമെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. പ്രകൃതി ദുരന്തങ്ങൾ ഇനിയുമുണ്ടാകാതിരിക്കാൻ നിയമനിർമ്മാണ സഭയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. ഹർജി നാളെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. 24 കൊച്ചി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. നാളെ എന്തായാലും ഈ ജനകീയ തിരച്ചിലുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ ജനപ്രതിനിധികളും അവിടുത്തെ നാട്ടുകാരുമാണ് കൂടുതലായും ഉണ്ടാവുക. അവർ ചൂണ്ടിക്കാട്ടുന്ന മേഖലയിൽ സൈന്യമെന്ന് പരിശോധിക്കണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ പരിശോധന നടത്തുമെന്നാണ് മന്ത്രി ഇന്നലെ അറിയിച്ചത്. മാത്രമല്ല നാട്ടുകാരെ സംബന്ധിച്ചത് വലിയ ആശ്വാസമാണ്. അവരുടെ വീട് നിന്നിരുന്നു എന്ന് അവർ കരുതുന്ന സ്ഥലത്ത്, അതായത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ പുറത്തുനിന്ന് തെരച്ചിൽ നടത്തുന്നവർക്ക് മൊത്തത്തിലൊരു തെരച്ചിൽ നടത്താമെന്നില്ല. പക്ഷേ ഇവർക്ക് കറക്റ്റായിട്ട് അത് ഏത് സ്പോട്ടാണെന്ന് മനസ്സിലാക്കാനും ഒപ്പം തന്നെ അത് അവർക്ക് ആ വിവരങ്ങൾ കൈമാറാനും പറ്റും. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. തീർച്ചയായും കാണാതായവരുടെ എണ്ണം അത് സർക്കാർ കണക്ക് പറയുന്നത് 150ഓളം വരുമെങ്കിലും അതിനപ്പുറം ഉണ്ട് എന്നാണ്. അത് കൃത്യമായി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഈ അന്യദേശത്തു നിന്ന് വന്ന തൊഴിലാളികൾ അവർ എത്ര പേരുണ്ടായിരുന്നു ആ മേഖലയിൽ എന്ന് കൃത്യമായ ഒരു കണക്ക് ഈ അധികൃതരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരാഴ്ചയ്ക്ക് വേണ്ടി മാത്രം ജോലിക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു മാസത്തിന് വേണ്ടി മാത്രം വരുന്ന ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെയാണ് സങ്കട വാർത്തകൾ. ആ വാർത്തകൾ ഒരുപാട് ദിവസങ്ങൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിന് അല്പം ഒരു ആശ്വാസം ഉണ്ടായത് അങ്ങ് പാരീസിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ്. നമ്മുടെ മലയാളി താരം PR ശ്രീജേഷിലൂടെ ഇന്ത്യക്ക് ഒരു മെഡൽ കൂടി ഒളിമ്പിക്സിൽ ലഭിക്കുന്നു എന്ന വലിയ വാർത്തയാണ്. അപ്പോൾ നമുക്ക് ആ വാർത്തകളിൽ കൂടി നോക്കാം. ശ്രീജേഷിന്റെ ഈ തിളങ്ങുന്ന വിജയം അതെന്തായാലും ഇനിയും വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് വലിയ ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ കൂടുതൽ പേർ ഈ ഹോക്കിയിലേക്ക് തന്നെ കൂടുതൽ മലയാളികൾ വരട്ടെ. മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഒളിമ്പിക്സ് പോലെ ലോകത്തിന്റെ ഏറ്റവും വലിയ കായിക മാമാങ്കം. അവിടെ ഒരു മെഡൽ നേടിക്കൊണ്ട് വിടവാങ്ങുക കളിയോട് എന്ന് പറയുന്നത് അത് രക്ഷയില്ല. അത്രയും ടാലന്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ആ രീതിയിൽ ഒരു വിരമിക്കൽ അദ്ദേഹത്തിന് സാധ്യമാവുന്നത്. അതേസമയം തന്നെ ഈ വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീം അംഗങ്ങളുമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. ചരിത്ര നേട്ടത്തിൽ താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. ആ ദൃശ്യത്തിലേക്കാണ്. भारत का नाम रोशन किया आपने और आपको याद होगा मैंने टोक्यो में कहा था आपको जी सर कि आपने पराजय की पूरी श्रृंखला को तोड़ा है जी सर। और अब आपके नेतृत्व में और आपकी पूरी टीम के प्रयासों से इस बार भी हमने प्रगति की है और मुझे पक्का विश्वास है कि अब हॉकी
पुराना जो स्वर्णिम काल था जी सर। वो फिर से आप लोग वापस लेके आएंगे, तो मुझे पक्का विश्वास हो गया है। जी बिल्कुल सर, बिल्कुल लेके आएंगे सर। അപ്പോൾ അതൊരു സന്തോഷ കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് രാജ്യത്തിന് ആകെ അഭിമാനിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് ശ്രീജേഷിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഒരു മെഡൽ നേടിക്കൊണ്ട് എന്താണ് സ്പോർട്സിനോട് അല്ലെങ്കിൽ ഹോക്കിയോട്, അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിടവാങ്ങുന്നു. ഒരുപക്ഷെ നമ്മൾ അദ്ദേഹത്തെ കോച്ചായിട്ടൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാണാം. അതേസമയം മറുഭാഗത്ത് നമ്മളെ ഏറെ സങ്കടപ്പെടുത്തിയ വാർത്ത അല്ലേ നമ്മൾ ഇന്നലെ കണ്ടതാണ്. മെഡൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതെ, വെള്ളി മെഡൽ നമ്മൾ ഉറപ്പിച്ചതാണ്. ഒരുപക്ഷെ സുവർണ്ണ പ്രതീക്ഷയായിരുന്നു നമ്മുടെ എല്ലാം അഭിമാനമായ വിനേഷ് ഫോഗട്ട്. പക്ഷേ എന്താണ് പറയുക, ദൗർഭാഗ്യകരമായി ഈ രീതിയിൽ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് ഒളിമ്പിക്സിൽ നിന്നും അയോഗ്യത കൽപ്പിക്കപ്പെട്ടു ആ താരത്തിനുള്ള നമ്മളേറെ വിഷമിപ്പിച്ചതാണ്. പക്ഷേ പിന്നാലെ ഇന്ന് വന്ന വാർത്തയാണ് നമ്മളെല്ലാം അതീവ ദുഃഖത്തിലേക്ക് വലിച്ചിഴച്ചത്. ഒരു വിരമിക്കൽ പ്രഖ്യാപനം. ഒരുപക്ഷെ അത്രയും മാനസികമായി തളർന്നുകൊണ്ടാവാം വിനേഷ് ഫോഗട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് തോന്നുന്നു. അതെ, സ്വപ്നങ്ങൾ തകർന്നു എന്നാണ് വിനേഷ് ഫോഗട്ട് പറഞ്ഞത്. ഇനി മത്സരിക്കാൻ കരുത്തില്ല എന്നും വിനേഷ് ഫോഗട്ട് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു. എന്നോട് ക്ഷമിക്കൂ. നിങ്ങളുടെ സ്വപ്നവും എന്റെ ധൈര്യവും തകർന്നിരിക്കുന്നു. എനിക്കിപ്പോൾ കൂടുതൽ ശക്തിയില്ല. ഗുഡ് ബൈ റെസ്ലിംഗ്. നെഞ്ചുനീറി വിനേഷ് ഫോഗട്ട് കുറിച്ച വാക്കുകൾ. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. ഇക്കാലമത്രയും ഉറക്കവും ഇഷ്ടഭക്ഷണവും അവധി ദിനങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് പരിശ്രമിച്ചത് ഒളിമ്പിക്സിലൊരു മെഡലിന് വേണ്ടിയായിരുന്നു. ഒടുവിൽ ആ വലിയ നേട്ടം എത്തിപ്പിടിക്കുകയും ചെയ്തു. എന്നാൽ 100 ഗ്രാമിന്റെ ഭാരക്കൂടുതലിന്റെ പേരിൽ മെഡൽ നിഷേധിക്കപ്പെട്ടു, അയോഗ്യയാക്കപ്പെട്ടു. അതിൽ നിന്ന് കരകയറുക വിനേഷിനെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമായിരുന്നില്ല. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടുന്ന ആദ്യ വനിതാ ഗുസ്തി താരം. ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 2 വെങ്കല മെഡലുകൾക്കുടമ. കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് പുരസ്കാരത്തിന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട താരം. വിനേഷിന്റെ ഇതിഹാസ തുല്യമായ കരിയറിലെ ചില നാഴികക്കല്ലുകൾ. സഹതാരങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഖേൽരത്നയും പത്മ പുരസ്കാരവും ഉപേക്ഷിച്ച വിനേഷ് ആത്മാഭിമാനത്തിന്റെ മറുപേര് കൂടിയാണ്. വിനേഷിന്റെ കഥകൾ തലമുറകൾക്ക് പ്രചോദനമാകും. ഒളിമ്പിക്സ് ഡെസ്ക് 24. അപ്പോൾ അതാണ് വിനേഷ് ഫോഗട്ടിൻ്റെ ആ ഒരു സങ്കടം. അത് തീർച്ചയായിട്ടും വിനേഷിൻ്റെ മാത്രമല്ല, അത് ഇന്ത്യയുടെ മൊത്തം സങ്കടമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിലും മറ്റ് നേതാക്കളെല്ലാവരും വിനേഷിന് ഫുൾ സപ്പോർട്ടുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ആ നഷ്ടം 100 ഗ്രാമിൻ്റെ ഒക്കെ പേരിൽ ഉണ്ടാകുന്ന ആ ഒരു വലിയ പ്രതീക്ഷ, നിരാശ, അതെ, ആ ഒരു ഇമോഷന്റെ പുറത്തെടുത്തൊരു വൈകാരിക തീരുമാനമായിരിക്കാം അത്. പക്ഷെ അത് പിൻവലിക്കട്ടെ. നമുക്ക് ഇനിയും ഫോഗട്ടിന് ആവശ്യമുണ്ട്, വിനേഷിന് ആവശ്യമുണ്ട്. അടുത്ത ഒളിമ്പിക്സിൽ സ്വർണവുമായി തിരികെ വരുന്ന വിനേഷിനാണ് നമുക്ക് വേണ്ടതല്ലേ. ആ തീരുമാനം പിൻവലിക്കട്ടെ. അപ്പോൾ ഈ സങ്കടക്കാഴ്ചക്കിടയിൽ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മറന്നുപോയി. പ്രജൻ മറക്കരുത്, നമുക്ക് എത്തിക്കാം. അതെ, ഇന്ത്യൻ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലെ വിജയാഘോഷങ്ങളുടെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ഹോക്കി ടീം വിജയം ആഘോഷിക്കുന്നത് ശ്രീജേഷിൻ്റെയൊക്കെ നൃത്തം നമുക്ക് കാണാം. അവരുടെ മാത്രം സന്തോഷമല്ല, ഇത് രാജ്യത്തിന്റെ കൂടി സന്തോഷമാണ്. അവരുടെ നൃത്തത്തിൽ അങ്ങനെ തന്നെ പറയണം എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ രാജ്യത്തിനായി ഒരു മെഡൽ നേടിക്കൊടുക്കുന്നു ഇന്ത്യയുടെ ഹോക്കി ടീം. കൂടുതൽ മത്സരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നമ്മളിനി കാത്തിരിക്കുന്നത് ഇന്ന് രാത്രി 11:55 നമ്മുടെ എല്ലാം അഭിമാനമായ നമ്മുടെ സുവർണ്ണ താരം എന്ന് തന്നെ പറയാം, അല്ലെ? സുവർണ്ണ താരം തന്നെ പറയാം. നീരജ് ചോപ്ര മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് അല്പസമയത്തിനകം നൽകാൻ കഴിയും. അപ്പോൾ ആ ദൃശ്യങ്ങളും ഒപ്പം തന്നെ എന്താണ് പറയുക, എത്രമാത്രം സാധ്യതകളുണ്ട് ഈ കാര്യങ്ങളൊക്കെയായി അനിൽ വാസുവും ടീമൊക്കെ നമ്മൾക്കൊപ്പം ചേരുകയും ചെയ്യും അല്പസമയത്തിന് ശേഷം. അപ്പോൾ നമ്മൾ നേരെ പത്തനംതിട്ടയിൽ നിന്ന് മുൻപ് സൂചിപ്പിച്ച ആ വാർത്തയിലേക്കാണ്. പത്തനംതിട്ട കൊടുമണ്ണിൽ യുവാവിന് വെട്ടേറ്റു. കൊടുമൺ സ്വദേശി ദീപക്കിനാണ് വെട്ടേറ്റത്. കഞ്ചാവ് കേസിൽ സാക്ഷി പറഞ്ഞതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം എന്നാണ് സൂചന. എ വി ജയശങ്കർ നൽകും കൊട്ടാരക്കരയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്?
അതായത് കുറച്ച് സമയം മുമ്പാണ് ഈ ദീപക്കിനെ ഒരു സംഘം ആളുകളെത്തി വെട്ടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രതികൾക്കായി കൊടുമൺ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അടുത്തിടെ ഇയാൾ ഒരു കഞ്ചാവ് കേസിൽ സാക്ഷിമൊഴി പറഞ്ഞിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇക്കാര്യമെല്ലാം പോലീസ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ദീപക്കിനെ നിലവിൽ കൊടുമണ്ണിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ ആരോഗ്യനില സംബന്ധിച്ചടക്കം ഇനി വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അല്പസമയം മുമ്പാണ് ഇയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മറ്റു വിവരങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ പോലീസ് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകൂ. എന്തായാലും അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു യുവാവിനെ ദാരുണമായി പത്തനംതിട്ട കൊടുമണ്ണിൽ വെട്ടേൽക്കുന്നത്. വിജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ കമന്റ് ബോക്സിൽ കമന്റുകൾ കുറിക്കുന്നുണ്ട്. എല്ലാവരും വയനാട് വാർത്തയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പം ഈ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ വീണ്ടും തുടങ്ങിയതിൽ സന്തോഷം എന്നൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വാർത്തകൾക്ക് തന്നെയായിരിക്കും ഗുഡ് നൈറ്റ് ഷോ പ്രാമുഖ്യം കൊടുക്കുക. വയനാട്ടിലെ വാർത്തകളും അവിടുത്തെ അപ്ഡേറ്റുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ഷോ എത്തിയത് വളരെ സന്തോഷം. വയനാട്ടിലെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയിൽ നിന്നൊരു മോചനം എല്ലാവർക്കും ആവശ്യമായിരുന്നു. അത്രമാത്രം സങ്കടപ്പെട്ടു എന്നാണ് റീന സതീശൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് പേർ അത്തരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. ഹോക്കി ടീമിന് എല്ലാവരും അഭിനന്ദനങ്ങൾ. സുലൈമാൻ പറയുന്നുണ്ടായിരുന്നു ഈ വീണ്ടും ഷോ തുടങ്ങിയത് അറിഞ്ഞില്ല, അതുകൊണ്ടാണ് പലരെയും കാണാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എന്തായാലും ഷോ പതിവ് പോലെ തുടങ്ങുകയാണ്. പക്ഷെ നമ്മുടെ പതിവ് സെഗ്മെന്റ്സിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. കാരണം വയനാടിന്റെ ആ ഒരു സങ്കടം അതിപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പാട്ടിലേക്കൊന്നും കിടക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ജേക്കബ് മാത്യു ചോദിക്കുന്നുണ്ട്, വഖഫ് ബിൽ പാസ്സാക്കിയെടുക്കും, അത് അറിയാത്ത കാര്യമാണോ എന്ന് ജേക്കബ് മാത്യു ചോദിക്കുന്നു. നമുക്ക് നോക്കാം എന്താണ് ആ ബില്ലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്നുള്ളത്. ആ സ്റ്റോറിയിലേക്കാണ്, ആ വാർത്തയിലേക്കാണ് ഇനി. വഖഫ് ബോർഡുകളുടെ അധികാരങ്ങളിൽ നിർണായക മാറ്റം വരുത്തുന്ന ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ബില്ലിൽ സൂക്ഷ്മ പരിശോധന വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ചാണ് നടപടി. ബില്ല് മുസ്ലിം വിരുദ്ധവും ഭരണഘടനയ്ക്കെതിരുമാണെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെയാണ് ലോക്സഭയിൽ വഖഫ് ബിൽ അവതരിപ്പിച്ചത്. Through this bill, they are putting a proviso that non-Muslims also be the member of the governing council. This provision, anybody, non-Muslims also be part of Waqf Council, is correctly an attack on the faith and freedom of religion. മതവിശ്വാസങ്ങളിൽ കടന്നുകയറാനുള്ള സർക്കാർ ശ്രമം അപകടകരമാണെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ ആരോപിച്ചു. ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന മതസൗഹാർദ്ദമാണ് ബില്ല് ചോദ്യം ചെയ്യുന്നതെന്ന് CPM അംഗം കെ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. This bill has breached our constitutional right of practice of religions. This bill has violated the constitutional article 25, 26, 27, 28 and 30. വഖഫ് ഭേദഗതി കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട്. മുസ്ലിം മതവിശ്വാസികളെയല്ല വഖഫ് സ്വത്തുകൾ കൈയടക്കി വെച്ചിരിക്കുന്നവരെയാണ് പ്രതിപക്ഷം പ്രതിനിധീകരിക്കുന്നതെന്നായിരുന്നു കിരൺ റിജിജുവിന്റെ മറുപടി. आर्टिकल 25 से लेकर के 30 तक किसी रिलीजियस बॉडी का जो फ्रीडम है उसमें कोई हस्तक्षेप नहीं किया जा रहा है, ना ही संविधान का किसी भी अनुच्छेद का इसमें उल्लंघन किया गया है. JDU, തെലുങ്ക് ദേശം തുടങ്ങിയ NDA ഘടകകക്ഷികളും ബില്ലിനെ അനുകൂലിച്ചു. ശബ്ദ വോട്ടെടുപ്പിൽ ബിൽ അവതരിപ്പിക്കാൻ സഭ അനുവാദം നൽകി. കൂടുതൽ പരിശോധനയ്ക്ക് ബിൽ വിധേയമാക്കണമെന്ന പ്രതിപക്ഷ നിർദ്ദേശം സർക്കാർ തുടർന്ന് അംഗീകരിച്ചു. സംയുക്ത പാർലമെന്ററി സമിതിയാകും വഖഫ് ഭേദഗതി ബിൽ വിലയിരുത്തുക. JPC പരിഗണിക്കുന്ന ബിൽ അടുത്ത സമ്മേളനത്തിൽ സഭ ചർച്ച ചെയ്യും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. അതൊരു അടുത്ത വലിയ രാഷ്ട്രീയ വിവാദമായി ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ എന്താകും അതിലെ അപ്ഡേറ്റ്സ് എന്നുള്ളതനുസരിച്ചിരിക്കും ഇനിയുള്ള വിവാദം അതെങ്ങനെയാകും. തീർച്ചയായിട്ടും. എന്തായാലും കേന്ദ്ര ബജറ്റ് വന്നതിന് പിന്നാലെ എല്ലാവരും ഉറ്റുനോക്കിയതാണ് ഈ പലിശ നിരക്കിൽ ഇത്തവണ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും, റിസർവ് ബാങ്ക് എന്തായിരിക്കും ഈ റിപ്പോ നിരക്കിൽ എടുക്കുന്ന നിലപാട് എന്നത് എല്ലാവരും ഉറ്റുനോക്കിയതാണ്. അപ്പോൾ ഇത്തവണയും ആ നിരക്കിൽ മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട് റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6% തന്നെ തുടരും. ഇതോടെ ഭവന വാഹന വായ്പകൾ എടുത്തവരുടെ തിരിച്ചടവിൽ തൽസ്ഥിതി തുടരും. അതേസമയം UPI വഴി നികുതി അടയ്ക്കാനുള്ള പരിധി 5 ലക്ഷമായി ഉയർത്തി. It decided by a majority of 4:2 members to keep the policy repo rate unchanged at 6.5%. പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. തുടർച്ചയായി 9ാം തവണയും പലിശ നിരക്ക് മാറ്റാതെ RBI വിലക്കയറ്റം നിയന്ത്രണത്തിലെങ്കിലും 4% എത്തിക്കാനാവാത്തതാണ്
തീരുമാനത്തിൽ പ്രതിഫലിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾക്കുണ്ടായ വിലക്കയറ്റമാണ് ഉപഭോക്തൃ വിലക്കയറ്റം 5% മുകളിലേക്ക് ഉയർത്തിയത്. നടപ്പ് സാമ്പത്തിക വർഷം അത് 4.5% കുറയുമെന്നാണ് അനുമാനം. GDP വളർച്ച അനുമാനം ഈ സാമ്പത്തിക വർഷത്തിൽ 7.2% നിലനിർത്തി. ഇന്ത്യയുടെ ആഭ്യന്തര വിപണി ശക്തമെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. ഒപ്പം വിദേശ നാണയ ശേഖരം റെക്കോർഡ് ഉയരത്തിലെത്തിയെന്നും അദ്ദേഹം അറിയിച്ചു. $675 ബില്യൺ വിദേശ നാണയ ശേഖരം. UPI വഴി നികുതി അടയ്ക്കാനുള്ള പരിധി നേരത്തെ 1 ലക്ഷമായിരുന്നത് 5 ലക്ഷമായി ഉയർത്തിയതായും RBI ഗവർണർ അറിയിച്ചു. ഒപ്പം ഡിജിറ്റൽ വായ്പാ ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള നടപടിയും അദ്ദേഹം വിശദീകരിച്ചു. മേൽനോട്ടം ഉറപ്പാക്കാൻ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ അവരുടെ ഡിജിറ്റൽ ലെൻഡിംഗ് ആപ്പുകളുടെയും ഇടപാടുകളുടെയും വിവരങ്ങൾ RBIക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം. 24 മുംബൈ. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിധിയിലേക്ക് സ്വാഗതം. അവിടുത്തെ ഒരു സ്റ്റോറിയിലേക്ക് പോകാം അല്ലേ? കോഴിക്കോട് നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ്. പുണ്യ കനകാംബരന്റെ ഓരോ നേട്ടത്തിന് പിന്നിലും നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുണ്ട്. നോവലുകളുടെയും പുസ്തകങ്ങളുടെയും മാതൃകകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പുണ്യ ഇപ്പോൾ. ഇതിനോടകം നോവലുകളുടെ 1000 ചെറിയ മാതൃകകൾ നിർമ്മിച്ചിട്ടുണ്ട് പുണ്യ കനകാംബരൻ. രക്താർബുദത്തെ അതിജീവിച്ച ആത്മവിശ്വാസം അതുതന്നെയാണ് പുണ്യയ്ക്ക് ജീവിതത്തിലെ ഓരോ നേട്ടങ്ങൾക്കു പിന്നിലും. അലങ്കാരമെഴുകുതിരികൾ നിർമ്മിച്ച് ഇതിനകം തന്നെ ജീവിതം ഇവൾ തിരിച്ചുപിടിച്ചതാണ്. ഇപ്പോൾ കുഞ്ഞു പുസ്തകങ്ങളുടെ മാതൃകകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പുസ്തകങ്ങളെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ കണ്ടു. പിന്നെ ഒരു പരീക്ഷണമായിരുന്നു. റീൽ ഷെയർ ചെയ്തപ്പോൾ ഞാൻ അതിൽ ആക്ച്വലി ഒരു എന്താണ് ഷെൽഫും ബുക്സൊക്കെ ഉള്ള റീലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ പടിയായിട്ട് ബുക്ക് ഉണ്ടാക്കി നോക്കിയതാണ്. എൻ്റെ അടുത്തുള്ള ബുക്സൊക്കെ ഉണ്ടാക്കി നോക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് ലാസ്റ്റ് ഒരു ബുക്ക് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ വേറെയും കുറച്ച് ബുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, റാം കെയർ ഓഫ് ആനന്ദി, ഒരിക്കൽ, അതൊക്കെ എനിക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള ബുക്കായിരുന്നു. അപ്പോൾ ആ ബുക്സും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ തോന്നിയിട്ട് ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ രസമായിട്ട് തോന്നിയപ്പോൾ ഞാനൊരു റീൽ ഇട്ടതാണ്. അപ്പോൾ അത് കുറേ പേര് ഷെയർ ചെയ്തു പോയി, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കുറേ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി. അഖിൽ സാറ് അത് ഷെയർ ചെയ്തു, പിന്നെ നിംന മാം ഷെയർ ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് റീച്ചായി. അപ്പോൾ പിന്നെ കുറേ ഓർഡേഴ്സൊക്കെ കിട്ടി. അത് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ബുക്ക് ജാർ, കീ ചെയിൻ അങ്ങനെ പോകുന്നു ഇപ്പോൾ. ഇതിനെല്ലാം ആവശ്യക്കാർ ഏറെയാണ്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് ഇവയുടെ വിൽപ്പന. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പുണ്യയ്ക്ക് എല്ലാവിധ ആശംസകളും. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ അല്ലേ പരമമായ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് ദുഃഖം വന്നാലും എന്തൊക്കെ വിഷമങ്ങൾ മുന്നിൽ വന്നു കഴിഞ്ഞാലും എത്രമാത്രം വലിയ ആഘാതം ഉണ്ടാക്കി കഴിഞ്ഞാലും ലൈഫ് മസ്റ്റ് ഗോൺ എന്ന് പറയുന്നത് അല്ലേ, മുന്നോട്ട് തന്നെയാണ്. ഇനി മറ്റൊരു കൗതുക കാഴ്ചയിലേക്കാണ്. പഴയ ട്രെയിൻ ബോഗികൾ റെസ്റ്റോറൻറ്റുകളാക്കി മാറ്റുന്ന പദ്ധതി വ്യാപിപ്പിച്ചിരിക്കുകയാണിപ്പോൾ മധ്യ റെയിൽവേ. മുംബൈയിലെ ദാദർ റെയിൽവേ സ്റ്റേഷനിലാണ് അത്തരത്തിലൊരു പുതിയ റെസ്റ്റോറൻറ്റ് ഏറ്റവും ഒടുവിലായി തുടങ്ങിയിരിക്കുന്നത്. ദാദർ ദർബാർ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾ കാണാം. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ നമ്മളെ ആ റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സമയം ഇതാ ഇപ്പോൾ 7 മണിയാകുന്നു. മുംബൈയിൽ ഇങ്ങനെ നേരം ഇരുട്ടി തുടങ്ങുന്ന സമയമാണ്. നല്ല വിശപ്പ് തോന്നുന്നു. ഏതായാലും ഇന്നത്തെ അത്താഴം ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിന് ഉള്ളിലാണ്. ദാദർ റെയിൽവേ സ്റ്റേഷനിലാണ് അതിനായി നമ്മൾ എത്തിയിട്ടുള്ളത്. മുഴുവനായും ഒരു ട്രെയിൻ ബോഗി ഒരു റെസ്റ്റോറൻ്റാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ സെൻട്രൽ റെയിൽവേ ചെയ്തിട്ടുള്ളത്. ഒരേ സമയം 76 പേർക്ക് വരെ ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ്
ദാദറിൽ ഉള്ളത്. ദക്ഷിണേന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് അങ്ങനെ എല്ലാതരം ഭക്ഷണ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. ഞാനിങ്ങനെ വിലയിലൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. ഏതാണ്ട് മുംബൈയിലുള്ള മറ്റ് റെസ്റ്റോറൻറ്റുകളിലുള്ള വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവായ വിലയും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഈ ഐറ്റമാണ്. ഇതിൻ്റെ പേര് സീവറി മഷ്റൂം ക്രീം ടോസ്റ്റ് എന്നതാണ്. ഇതിപ്പോൾ മെനുവിൽ കാണാൻ കഴിയില്ല, അത് ഭാവിയിൽ ആഡ് ചെയ്യും. ഇതിപ്പോൾ അവർ ഒരു പരീക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ആളുകളൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് എന്നതാണ് പറയുന്നത്. ഏതായാലും ആ ഭക്ഷണം ഒന്ന് രുചിച്ച് നോക്കാം. ഇത് സംഗതി കൊള്ളാം. കൂണാണ്, മഷ്റൂമാണ്, നല്ല ടേസ്റ്റുണ്ട്. ഇനി നമ്മൾ ഓർഡർ ചെയ്ത വിഭവങ്ങളിലേക്ക് വരികയാണ്. ആദ്യം ഓർഡർ ചെയ്തിട്ടുള്ളത് ദിൽകുഷ് കബാബാണ്. ചിക്കൻ്റെ ഒരു ഐറ്റമാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടറിന് ശേഷം നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് മെയിൻ കോഴ്സിൽ ചിക്കൻ ലപ്പേട്ടയാണ്. ഒപ്പം ബട്ടർ റൊട്ടിയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കഴിച്ച് നോക്കി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. इनिशियली तो वो था, थोड़ा स्ट्रगल था. फिर जैसे कस्टमर्स आते गए, उन्होंने देखा कि स्टाफ का बिहेवियर अच्छा है, फूड अच्छा है, एम्बियंस अच्छा है, तो बहुत सारी चीज़ें यहाँ पे लोग इन्जॉय करते हैं. तो अभी रिस्पॉन्स अच्छा है क्योंकि रिपीटेटिव कस्टमर्स है. അങ്ങനെ ഇതൊക്കെയാണ് ദാദർ ദർബാറിലെ കാഴ്ചകൾ. രുചികരമായ ഭക്ഷണത്തോടൊപ്പം അതിൻ്റെ ഒരു ആംബിയൻസ് കൂടിയാണ് യഥാർത്ഥത്തിൽ ദാദർ ദർബാറിലേക്ക് ഭക്ഷണപ്രേമികളെയൊക്കെ ആകർഷിക്കുന്നത്. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. എന്തായാലും ആ മഷ്റൂം കൊണ്ടുള്ള സ്പെഷ്യൽ ഐറ്റം അത് വളരെ നല്ലതാണെന്നാണ് ശ്രീനാഥ് പറയുന്നത്. മുംബൈയിലേക്ക് എപ്പോഴെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ എന്തായാലും അവിടെയുള്ള പ്രേക്ഷകർ ഇപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി ട്രൈ ചെയ്യാം. യെസ്. അപ്പോൾ മറ്റൊരു സന്തോഷകാര്യം പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്, തീർച്ചയായിട്ടും പ്രേക്ഷകരോടൊക്കെ അറിഞ്ഞ കാര്യമാണ്, ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നതാണ് അല്ലേ. ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആദ്യം തന്നെ അത് പറയാം. അപ്പം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രേക്ഷക പിന്തുണയിൽ വിജയക്കുതിപ്പ് 24 അങ്ങനെ തുടരുകയാണ്. ടെലിവിഷൻ ബാർക്ക് റേറ്റിംഗിൽ ഈ ആഴ്ചയും 24 ഒന്നാമതാണ്. ബാർക്ക് യൂണിവേഴ്സ് കാറ്റഗറിയിൽ 31-ാം ആഴ്ചയിലും 24 ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഒപ്പം നിന്ന പ്രേക്ഷകർക്ക് നന്ദി. കാരണം ഇത് പ്രേക്ഷകരുടെ കൂടി വിജയമാണ്. നാടിൻ്റെ ന്യൂസ് ഡെസ്ക് എന്നറിയപ്പെടുന്നതാണ് 24-ൻ്റെ ആ ഒരു മോട്ടോ. അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്കും നമുക്കും എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കാവുന്ന ഒരു നിമിഷമാണിത്. അപ്പോൾ ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുകയാണ്. അപ്പോൾ നാളെ 10:30 കാണാം കൂടുതൽ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി. ഗുഡ് നൈറ്റ്.